16-17 വയസ്സുള്ള കുഞ്ഞിനെയാണ് വിളിച്ചോണ്ട്. സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ ചേട്ടാ. ഹോട്ടലിൽ ഈ കൊച്ചിനെ കൊണ്ടുപോയി പ്രേമം നടിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഭയങ്കര ഇതാക്കിയിട്ടെല്ലാം വന്നിട്ട് നേരെ ഹോട്ടലിൽ വന്നു ഈ കൊച്ചിനെ യൂസ് ചെയ്യുകയാണ്. ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സച്ചന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ. കൊറേ വീഡിയോസും പുറത്തു വന്ന് വോയിസും പുറത്തു വന്ന് എന്നിട്ടും അവിഹിതം വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സജന ഫിറോസ്. കഷ്ടമുണ്ട്. ഒരു നാണവും മാനവും ഇല്ലാതെ എങ്ങനെ ഇങ്ങനെ വന്നിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നു എന്നാണ് ആലോചിക്കുന്നത്. സജനയും കണക്കാണ്, ഫിറോസും കണക്കാണ്. രണ്ടും ഒന്നിനൊന്നും മെച്ചാണ്, മനസ്സിലായോ? എന്നിട്ട് വന്നിരുന്നങ്ങ് വെളുപ്പിക്കുക. വോയിസ് ഒക്കെ പുറത്ത് വന്നിട്ട് വെളുപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തിനാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്? വേണ്ട, ഈ ലൈഫ് വേണ്ടാന്ന് വെച്ച് ഇവന്റെ പല വൃത്തികേടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു, എനിക്ക് വേണ്ട. ഫിറോസ് ഖാന്റെ അടുത്തുള്ള റിവെഞ്ച് കാരണമായിരിക്കും 5ഉം 4ഉം 3ഉം 2ഉം ഒക്കെ ആൾക്കാരുടെ കൂടെ പൊക്കോണ്ടിരുന്നതല്ലേ. ഫിറോസ് ഖാന്റെ വീഡിയോയില് ഫിറോസ് ഖാൻ ഇങ്ങനെ അക്ക ഇട്ട് നിരത്തുമായിരുന്നു തെളിവുകൾ വെച്ചിട്ട്, 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. അവൻ ശരിയില്ലാത്തോണ്ട് ഞാൻ പോയി. ഒരാളുടെ കൂടെ പോകുന്നത് ഓക്കെ, ഇത് എത്ര ആളുടെ കൂടെ പോയി എന്ന് തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സേ ഉള്ളത്. ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ്, ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എന്റെ അടുത്ത് കാണിച്ചു. ഫിറോസ് ഖാൻ പുറത്തു വിട്ടൊരു വീഡിയോനെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. അതായത് ഏതോ ആൽബത്തിന്റെ ഷൂട്ടിന് പോയിട്ട് അവിടെയുള്ള ഡയറക്ടറായിട്ടോ പ്രൊഡ്യൂസറായിട്ടോ അങ്ങാണ്ട് പോയപ്പം എടുത്തൊരു വീഡിയോ. ആ വീഡിയോനാണ് ഇപ്പൊ വെളുപ്പിച്ചത്. എല്ലാരും കേട്ടല്ലോ. ഇയാളെ ഇട്ടിട്ട് പോകുമ്പോ ഇയാൾക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു പണിഷ്മെന്റ് പോലെ, എന്നിട്ട് എന്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയന്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അഫ്രദോസ് എന്ന് പറഞ്ഞ അനിയന്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷെ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പൊ പറഞ്ഞു സച്ചിന അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മൾ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ വാക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എന്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ. ജീവിക്കാനല്ല, ഇതിനുള്ളൊരു പണിഷ്മെന്റ്. വേറൊരുത്തന്റെ ജീവിതത്തിലോട്ട് കേറിയിട്ട് ഫിറോസ് ഖാന് പണി കൊടുത്തു. അപ്പൊ 1 മാസം കഴിഞ്ഞപ്പോ തിരിച്ച് ഫിറോസ് ഖാന്റെ അടുത്ത് തന്നെ പോയെന്നും പറയുന്നുണ്ട്. അപ്പൊ ആ ചെറുക്കന്റെ ജീവിതം എന്തുവായി? ഇതെന്തോന്ന് അപ്പുറത്തിപ്പുറത്തും തട്ടിക്കളിക്കാൻ വേണ്ടിട്ട് പാവയോ? വേറൊരുത്തന്റെ ജീവിതം വെച്ചിട്ട് ഒരു കൂസലില്ലാതെ കഷ്ടടേ. ആ ചെറുക്കന്റെ വിവരേ ഇല്ലാന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇവനൊക്കെ ജീവനോടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ വന്നൊന്ന് പറയടേ. ക്ഷമിച്ചോ അങ്ങനെ പോയത്? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സച്ചന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞ ഈ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറവൻ. അവൻ ഒരുത്തി ഇറങ്ങിപ്പോയെങ്കിൽ ഇറങ്ങി പോട്ടേന്ന് വെക്കണം. ഇത് ഒരു ഉളുപ്പും ഇല്ലാതെ, നാണവും ഇല്ലാതെ, മാനവും ഇല്ലാതെ ഇതിന്റെ കരഞ്ഞ് കാലും പിടിച്ചിട്ട് ഇതിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഉളുപ്പുണ്ടോ ഫിറോസ് ഖാനെ? അത് ഷൂട്ട് ചെയ്യണം. എനിക്ക് ഇവനെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം, ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ടു കൊടുത്ത സാധനമാണത്. അല്ല, ഈ നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ടുകൊടുത്തു എന്ന് പറയുന്ന പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയല്ലോ. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല കേട്ടാ, വിചിത്രമായിട്ടുള്ള പ്രതികാരം എന്നല്ല, വേറെ വല്ലതൊക്കെയാണോ പറയേണ്ടത്? ഇതിന് ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് സ്വന്തം അവിഹിത കഥ പറഞ്ഞ് ഇങ്ങനെ വെളുപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ, സമ്മതിക്കണം. അത് നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത്
വരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കാന്നുള്ള നമ്മൾ സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ കൂടെ പോകണം, ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫയർ ഒക്കെ ഞാൻ ഉണ്ടായിരിക്കും. പറഞ്ഞില്ലേ ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറെ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം എന്റെ കൊച്ചു പ്രായവുമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും അഞ്ചാറ് വാക്ക് പറഞ്ഞാൽ നമ്മൾ വീണു പോകും. എവിടെ സ്ഥലം എവിടെയായിരുന്നു? കൊല്ലത്ത് തന്നെ? അല്ലല്ല, മലപ്പുറം ആ ഏരിയയിലായിരുന്നു. ഓ ശരി. അത് അങ്ങനെ നിങ്ങൾ അങ്ങനെ പോയെങ്കിൽ വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോകും. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോ തന്നെ തിരിച്ചു പുള്ളി കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അപ്പൊ ഈ കൂടെ വന്നയാളോ? അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എന്റെ ഇത് ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു ആരാണേലും ചില പഞ്ചാര വാക്കുകളിൽ വീഴും, പിന്നെ പറയുന്നു അത് സ്ക്രിപ്റ്റ് ആണെന്ന്. എന്റെ പൊന്നെ തള്ളയെന്ന് ഏതേലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നോ അതോ പഞ്ചാര വാക്കിൽ വീണു പോയതാണോ? എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. നമ്മളെ ശരിക്കും അയാളെ പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. ആ പുള്ളിയെ പറ്റിച്ചതാണെന്ന്. ഉളുപ്പില്ലാത്ത സ്ത്രീ. എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം കിട്ടാൻ ഞാനത് ഒരാളെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അയാളിപ്പോ അറിയാമോ എവിടെയുണ്ടെന്ന് എന്താണെന്ന് അറിയാം? ഒന്നുമില്ല, അവര് അന്നേ നമ്മൾ അതെല്ലാം അന്നേ വിട്ട കാര്യം. അതിന്റെ പേര് കേസോ വഴക്കോ ഒന്നും ഒന്നുമില്ല. അത് ആ സംഭവങ്ങൾ. സജിനെ തേടി ഇദ്ദേഹം മലപ്പുറത്ത് വന്നു. എവിടെ നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്നു? ഞാൻ തിരിച്ചു വന്നു ഇങ്ങോട്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു അതൊരു ഷൂട്ടിന്റെ പർപ്പസ് ആയിട്ട് പോയ സാധനമാണത്. അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടിങ്ങിനിടയിൽ അവിഹിതം കൊള്ളാം കാര്യങ്ങള് ഓരോ പെണ്ണുങ്ങളെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പൊക്കുവാണ്. അതായത് അതിനുശേഷം ഞങ്ങൾ ഒരു സൂര്യ ജോഡി നമ്പർ 1 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് പോകുന്നു. സൂര്യ ടിവിയില്. അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു ഇൻസിഡന്റ് ഞാൻ ഈ ഇടയ്ക്ക് എന്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനകത്തുനിന്ന് ഒരു പെൺകൊച്ചിനെ കയറി ഞങ്ങൾ എല്ലാവരും കൂടെ പാർട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സമയത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. ഇപ്പൊ ആ കൊച്ചു എന്റെ അടുത്ത് ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ നിന്ന് പറഞ്ഞ് ഞാനല്ല ഫിറോസ് ഖാൻ കയറി പിടിച്ചതാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ച ആ പെണ്ണിനെ ഫ്രഞ്ച് ചെയ്യുന്നതും ഇങ്ങനെ പിടിച്ചു പോകുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്ക് അപ്പം രണ്ടുപേരും ഒരു പെണ്ണിനെ തൊടുമ്പം ഞാൻ അതിനെ കുറ്റം പറയല്ല, തൊടുമ്പം നമ്മൾ കുതറി മാറുകയല്ലേ ചെയ്യുന്നത്. കെട്ടിപ്പിടിച്ച് പോകുമ്പം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അത് കണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താ പ്രതികരിക്കാതിരുന്നേ? അപ്പൊ ഒന്നും പ്രതികരിച്ചില്ല, പോയി ഉമ്മ വെച്ചപ്പോ പ്രതികരിച്ചു. നല്ല ഭാര്യ. അല്ലല്ല, ഒരു ആക്ടറാണ്. അപ്പൊ അത് വന്ന് കണ്ടുപിടിച്ചു. അതും ഇതുപോലെ സെറ്റിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ പോയി. അത് അപ്പോഴും ഫിറോസിന്റെ പിന്നാലെ ചാരക്കണ്ണുണ്ടായിരുന്നു സജിനയുടെ, അല്ലെ? അതോ യാദൃശ്യമായിട്ട് കണ്ടതാ? അത് യാദൃശ്യമായിട്ട് കണ്ടതാ. എനിക്ക് വിശ്വാസം പുള്ളി കുറെ നാൾ അങ്ങനെ ജീവിച്ചപ്പോ പിന്നെ എനിക്ക് അങ്ങനെ സംശയമില്ല. ഇതൊന്നും ഞാൻ സംശയം കൊണ്ട് ചെയ്ത കാര്യങ്ങളേ അല്ല. എന്തോ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ എന്തോ കാരണം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് വെളുപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഈ വെളുപ്പിക്കാൻ നോക്കുന്നത് അനുസരിച്ച് നെഗറ്റീവ് ഉണ്ടാവുന്നല്ലാണ്ട് വെളുക്കുന്നില്ലല്ലോ സജന. എന്തോന്ന് സജന, സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ മര്യാദക്ക് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കണ്ടേ? ഇതിന്റെ മെയിൻ റീസൺ പുള്ളി എന്നെ വിളിച്ച് കരയുവായിരുന്നു. സജിന നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും 17-കാരിയുടെ ആ ഒരു സാഹചര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന്റെ ഈ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമും പണ്ടേ ഞാൻ അറിയുന്നുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് പുള്ളിയുടെ എല്ലാ തെളിവ് സഹിതം എന്റെ കയ്യിൽ പല പെണ്ണുങ്ങളും എന്നെ വിളിച്ച് കരഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പറയാം നിങ്ങൾ അനുഭവിക്കണം. ഇതിനു മുന്നേ ഒരു കാര്യങ്ങളും ഞാൻ വേറെ വീട്ടുകാർക്ക് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ കുറച്ച് മോശമായിട്ട് പോകുന്നുണ്ട്, നോക്കിക്കോണേ. പിന്നെ ഒരു ബിഗ് ബോസിൽ ഒരു താരം ഒരു പെണ്ണുമായിട്ട് പോയി ദുബായിൽ പോയിട്ട് ദുബായിലല്ല മുംബൈയിലോ 3 കോടി ചോദിച്ച വ്യക്തിയാണ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഫിറോസ് ഖാനെ കുറ്റം പറയുന്നത്. രണ്ടും കണക്കാ. ഞാൻ പറഞ്ഞില്ല, രണ്ടും കണക്കാ. ഒന്നിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ റസൂൽ പൂക്കുറ്റി എന്റെ തന്തയാണെന്നൊക്കെ പറയുന്ന ഒരാളുടെ അടുത്ത് എന്തു പറയാന? ഒന്നും പറയാനില്ല. ഈ 17 വയസ്സുള്ള കുട്ടിയുടെ കാര്യം സത്യമാണെങ്കിൽ ഫിറോസ് ഖാനെ പെട്ട് അവരെ കേസായിട്ട് മുന്നോട്ട് പോണം. എന്നിട്ട് ഇവനെ അങ്ങ് പെടുത്തണം. എന്തുകൊണ്ട് പോണില്ല? നിങ്ങളെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളുടെ കുട്ടികളുടെയാണ് പ്രശ്നം. അവരിതിന്റെ അകത്ത് കിടന്ന് പെട്ടുപോകും. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന സമയത്ത് ആ കൊച്ചുങ്ങൾക്ക് നാളെ ഒരു ഭാവി ഉള്ളതാണ്, ഫ്യൂച്ചർ ഉള്ളതാണ്, അവർക്ക് ജീവിക്കേണ്ടതാണ്.
നിങ്ങൾക്ക് മടുത്ത് കാണുമായിരിക്കും, പക്ഷെ അവർക്ക് ജീവിതമുണ്ട്. എന്തിനാ നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കെട്ടിയെടുത്തോണ്ട് വരുന്നേ? കഷ്ടം.